കണ്ടോ അവരുടെ വീഡിയോ ഇട്ടെന്ന്. ഇത് ഞങ്ങളുടെ വീട്ടിലെ 2 പൂച്ചക്കുട്ടികളാട്ടോ. ഒരാളിതാ അവിടെ ഇരിക്കുന്നുണ്ട്. 2 പേർക്ക് നേരെ ഇങ്ങോട്ട് വെളിച്ചാകുമ്പോഴേക്കും തുടങ്ങും കരഞ്ഞിട്ട് വരല്. പിന്നെ ഇവൻ്റെ പേര് മിക്കു എന്നാണ്. ഇത് ഭയങ്കരനാണ്. ഇവന് ചോറിന് അധികം മീൻ, ഇറച്ചി, പിന്നെന്താണ് കോഴിമുട്ട, ഇതൊക്കെ വേണ്ടത് കേട്ടോ. മറ്റാൾക്ക് പിന്നെ അങ്ങനെയില്ല, അവനൊരു പാവാ. വാ വാ ഇങ്ങോട്ട് വാ, എന്നാ ചോറ് തരാം, വാ വാ. ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പാൽ ഒഴിച്ചിട്ടാണ് കൊടുക്കണത്. ഇവന് വലിയ ഇഷ്ടമല്ലേ, പക്ഷെ മറ്റാളത് കഴിക്കും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി പോയി കിടന്നുറങ്ങല പണി. ഒരു പെട്ടിയുണ്ട്, പെട്ടിയിൽ തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് സൂപ്പറായിട്ട് കിടന്നുറങ്ങും. ഇനി ഉച്ച വരെ ഇവരെ കാണില്ല. ഇനി അത് വിശന്ന് കഴിഞ്ഞാൽ വരും, വന്നിട്ട് തുടങ്ങും അടുത്ത പണികൾ. പിന്നെ കുട്ടികളുടെ കൂടെ കളിക്കലാണ് അധികവും. അവരിങ്ങോട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മേല് കയറൽ, അവരുടെ കാലിൽ കൂടെ തൊട്ടുരുമൽ. അവരാണെങ്കിൽ ചെറിയ കുട്ടികളെ എടുക്കും പോലെ കയ്യിൻ്റെ തണ്ടയിൽ വെച്ചിട്ടാണ് നടക്കവരെ. അത് കിടക്കണുണ്ട്, അതിനനുസരിച്ച് കിടക്കുകയും ചെയ്യും. ഒരു മടിയില്ല അവർക്ക്. നമ്മൾ ശരിക്കും ചെറിയ കുട്ടികളെയാണ് എടുത്തിരിക്കണമെന്നുള്ള പോലെയാണ് എടുക്കുക. കയ്യോളിട്ട് ആട്ടും, അവരുടെ 2 കൈയും പൊക്കി പിടിച്ചിട്ട് ആട്ടണം. അവരെന്നെ ഒന്നും ചെയ്യൂല, ഒന്നും കാണിക്കില്ല. അവരെന്താ കാണിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ നിൽക്കും ഇവർ 2 പേരും. പിന്നെ കുറച്ച് കുസൃതികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴയാണെങ്കിൽ പുറത്തേക്ക് പോകാനൊക്കെ മടിയാണ്. അപ്പം നമ്മുടെ ചവിട്ടി എന്തെളിച്ച് അതിൽ മൂത്രമൊഴിക്കലൊക്കെ ഉണ്ട് പരിപാടികൾ. അതിനെൻ്റെ അടുത്ത് നല്ലത് കിട്ടുകയും ചെയ്യും. പക്ഷെ പിന്നെ നല്ല സ്നേഹം കേട്ടോ, പിന്നെ അടുത്തേക്ക് വരും. പിന്നെ ഇവരുടെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ബഹുരസമാണ്. പ്രസവിച്ച് കഴിഞ്ഞിട്ട് 2 ദിവസത്തെ ഇവിടെ വീട്ടിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ കുട്ടികളെ കൊണ്ടു നടക്കൽ തുടങ്ങി. അപ്പോൾ പിള്ളേർ എടുത്തിട്ട് വരും, അകത്ത് വയ്ക്കും. എന്നിട്ടൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് റൂം ലോക്ക് ചെയ്തിട്ടു. പിന്നെ ഒന്നും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ വരെ കൊണ്ട് നടക്കൽ തുടങ്ങി. എന്നിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് പിടിച്ചിട്ട് വരിക. പക്ഷേ പിന്നെ അമ്മേനെ ഇവർ കാണുമ്പോൾ ഓടിക്കൽ തുടങ്ങി, കുട്ടികളെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇപ്പോൾ ഇവരുടെ അമ്മ ഇങ്ങോട്ട് വരാറില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ ഓടിക്കുകയാണ്. അപ്പോൾ പേടിച്ചിട്ട് അവളെന്നെ ഇപ്പോൾ കാണാറില്ല കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഇവർ മാത്രമാണ്. ഇവരിപ്പോൾ പിന്നെ ഇവർ അമ്മേനെ കണ്ട് അങ്ങനെ പോകാറില്ല കേട്ടോ. മറ്റേത് അമ്മേനെ കാണുമ്പോഴേക്കും കരച്ചിൽ കേൾക്കുമ്പോഴേക്കും ഇവനെ ഏറ്റവും കൂടുതൽ ഇവനിങ്ങനെ ഓടും, സൗണ്ട് കേൾക്കുമ്പോഴേക്കും. പാല് കുടിക്കാനതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ അത് നിർത്തി തോന്നുന്നു. അത് കാരണം ഇപ്പോൾ അമ്മേനെ കണ്ടാലും മൈൻഡില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഏത് സമയത്ത് ഇവിടെ ഉണ്ടാവും. ഒരു ദിവസം പോയിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിറക്കണത്. അപ്പോഴേക്കും കുട്ടികൾക്കും കാണാതെ ഭയങ്കര വിഷമം. എനിക്ക് വിഷമമായിട്ടോ ഇവരെ കാണാതെ. ഇപ്പോൾ പിന്നെ ഒരു ദിവസം ഉണ്ട്, വൈകുന്നേരം ആകുമ്പോൾ അടുക്കള വശത്ത് ഭയങ്കര കരച്ചില്ല. ഞങ്ങൾ പോയി നോക്കുമ്പോൾ 2 പേരും വന്ന് നിന്നിട്ട് ഊക്കം കരച്ചില്ല. വിശന്നിട്ടാ തോന്നണേ. നമ്മുടെ കൂടെ പോയിട്ട് എന്തൊട്ട് കഴിക്കാൻ കിട്ടണത്. പിന്നെ ഇവിടെ കൂടിയിട്ടോ, പിന്നെ എവിടേക്കും പോയിട്ടില്ല. എന്താണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇത് മിക്കു, ഇത് ചിക്കു, 2 പേരും ഭയങ്കരന്മാരാണ്. ഇവൻ ഒരൊറ്റ പ്രാണികളെ പോലും ഒഴിവാക്കില്ല. വണ്ടൊക്കെ വൈകുന്നേരത്തെ ആളുകൾ നിലക്കടല തിന്നുമ്പോലെ വണ്ടിനെ എടുത്ത് കഴിക്കുക. കട കയറുക എന്നുള്ള സൗണ്ട് കേൾക്കാം. നോക്കുമ്പോൾ ഒരൊറ്റ വണ്ട് വരാനായിക്കില്ല, എല്ലാത്തിനെയും പിടിച്ച് തിന്നും. പല്ലി, അണ്ണാൻകുട്ടികൾ, പൂമ്പാറ്റകൾ, ഇവരൊന്നും അവൻ വിടില്ല. പിന്നെ അതിൽ ബഹം എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.